Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിംഗ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലി കളഞ്ഞെടുക്കണം. ഉരുളൻകിഴങ്ങ് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ സ്നാക്സ് തയ്യാറാക്കാൻ എടുക്കാവേ. അപ്പോൾ എല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ടയില്ലാതെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നല്ലോണം ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ 3 ഉരുളൻകിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കനം കുറച്ചരിഞ്ഞ സവാള വേണം ചേർക്കാൻ. പിന്നെ 2 പച്ചമുളക് കനം കുറച്ചരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല. ഇപ്പോൾ ചാറ്റ് മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്വല്പം നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിച്ചതും കൂടെ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലി ചതച്ചത് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ മൈദ ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കറക്റ്റ് മൈദയുടെ അളവ് പറയാൻ പറ്റത്തില്ല. എനിക്ക് 1.25 കപ്പ് മൈദ വേണ്ടി വന്നു ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് വേണം നല്ലോണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഭാഗം നമുക്ക് എടുത്തിട്ട് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ചപ്പാത്തി പരത്തുന്നതിലും കൂടി കുറച്ച് കനത്തിൽ വേണം പരത്താൻ. അപ്പോൾ പരത്തുമ്പോൾ നല്ലോണം പൊടി തൂവി കൊടുക്കണം, അതല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അടിയിലും മൈദ തൂവി കൊടുക്കണം, അതല്ലെങ്കിൽ നമുക്ക് ഇളക്കി എടുക്കാൻ ബുദ്ധിമുട്ടാകുവേ. ഞാനിതൊന്ന് സ്ക്വയർ ഷേപ്പിൽ ആക്കുകയാണ്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇത് വേണ്ടത് ചീസ് ക്യൂബ്സ് ആണ്. ഞാനിത് മോസറല്ലയുടെ ചീസ് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. 9 ചെറിയ പീസ് ചീസ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മറ്റൊരു പീസിൽ അത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നല്ലോണം ഒട്ടിച്ചു കൊടുക്കണേ. ഇനി ഒരു കത്തിയിൽ എണ്ണ തടവിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. നല്ലോണം എണ്ണ തടവി കൊടുത്തിട്ട് വേണം കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുവേ. അപ്പോൾ ബോക്സ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3-4 എണ്ണം ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത സൈഡ് നമുക്ക് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് വറക്കാനിടുമ്പോൾ അത് വിട്ടു വരും. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വറുത്തെടുക്കാനുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ 2 എണ്ണം വീതം ഇട്ടാണ് വറുത്തെടുക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേൽ വറുത്തെടുക്കാൻ, അതല്ലെങ്കിൽ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടത്തില്ല. ഇനി ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിംഗ് സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.